ഗുഡ് മോർണിംഗ് അങ്കിൾ. രേഷ്മ റെഡിയായോ? ഞാൻ റെഡിയാടി, നമുക്ക് പോവാം. ഇന്നെന്താ ലേറ്റ് ഇറങ്ങുന്നേ? ഇന്ന് ലേറ്റ് ആയി സമയം. മൂപ്പിലാനെന്താ? മൂപ്പിലാണ് ഇന്നും കലിപ്പ് തന്നെ. കളിപ്പില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല. അച്ഛൻ ശ്വാസം മുട്ടലായിരുന്നു. പിന്നെ ആവി വിടുത്തോ ഒക്കെ ആയിട്ട് അങ്ങ് വെളുപ്പം കാലായി ഉറങ്ങുമ്പോഴ്. എന്നാ പിന്നെ പുള്ളിക്കാരന് നാട്ടിൽ തന്നെ നിന്നൂടെ? അച്ഛന് നാട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. അച്ഛൻ പറയുന്നു കൊച്ചുമോന്റെ കൂടിയും മോന്റെ കൂടിയും ഒക്കെ നിക്കണം. എന്ത് ചെയ്യാനാ? അച്ഛാ ഞാൻ ഇറങ്ങുവാണേ കേട്ടോ. എടാ നീ ഇന്നലെ പറഞ്ഞ മരുന്ന് വാങ്ങാൻ മറക്കല്ലേ. എന്തെങ്കിലും അത് വാങ്ങിട്ട് വാ. ഇന്ന് വാങ്ങാ ഞാൻ ഇവിടെ വേഗം വാ, സമയായി. ഹായ് അങ്കിൾ. സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വന്നാ? നീ ബാ മോളെ, ഒരു കാര്യം ചെയ്യ്, ഇന്നും കൂടെ ഒന്ന് ഫുഡിന് വേണ്ടി വിളിച്ച് പറ കേട്ടാ. ഇന്നും കൂടെയോ? ഇന്നലെ അതായിരുന്നു, മിനിഞ്ഞാന്നും അതായിരുന്നു. മമ്മി ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യും മോളെ, ഒരു കാര്യം ചെയ്യും, ഇന്നും കൂടെ വിളിച്ച് പറ. മമ്മി വന്നിട്ട് മമ്മി ഇവിടുത്തെ പറയാം, നാളെ തൊട്ടുണ്ടാക്കി. ഓക്കെ? പിന്നെ സ്റ്റഡി ലീവ് ആണെന്ന് പറഞ്ഞ് ഫോണും കളിച്ചോണ്ടിരിക്കരുത് കേട്ടല്ലോ. ഇന്ന് പഠിക്കണം. ഓക്കെ? ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം, കുട്ടികളൊക്കെ വളർന്ന എന്താവാവോ. ഹായ് അങ്കിളെ. എന്നും ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനവും ഉണ്ട്. ശരി മോളെ അമ്മയില്ലേ? ഇല്ലല്ലോ, അമ്മ ജോലിക്ക് പോയാ. കാശ് കിട്ടി. അതെ മോളെ, നല്ല ദാഹം, കുറച്ച് വെള്ളം തരാമോ? തരാലോ, ഒരു മിനിറ്റ്. ഓ ഇല്ല, വെള്ളം ഒന്നുമില്ല മോളെ, കുറച്ച് വെള്ളം തന്നെ. ഒന്നുമില്ല, ശബ്ദിക്കരുത്. ഒന്നുമില്ല. വീട്ടുകാർ പോകത്രം കാണിക്കണം. മോളെ ഓക്കെ അല്ലേ? മോളെ അച്ഛനമ്മനെ വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. മോളെ എന്താ പറ്റി?
മോളെ feeling back കുട്ടി മുത്തശ്ശ നമ്മളുടെ ഫ്രീഡം ആഗ്രഹിച്ച് നമ്മൾ അണുകുടുംബമായി മാറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സുരക്ഷയും സ്നേഹവുമാണ്. പ്രായമായ അച്ഛനമ്മമാരെ നമ്മൾ അകറ്റി നിർത്തുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നതും അതുതന്നെയാണ്.